നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഒരുമിച്ച് തൂങ്ങി മരിക്കാം, ജീവനെടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നു യുവതിയെ. ജോലി സ്ഥലത്തെത്തിച്ച യുവതിയെ പിന്നീട് യുവാവ് കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തുവന്നത്. ഈ സംഭവത്തിന്റെ നിർണായകമായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി നടക്കുന്ന അതിക്രൂരതയുടെ ചുരുളാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നതോടുകൂടെ പുറത്തു വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബന്ധുക്കൾ ഒരിക്കലും തങ്ങൾ തമ്മിലുള്ള ബന്ധം അനുവദിക്കില്ല എന്ന് യുവതിയെ വ്യക്തമാക്കുകയും ഇതോടുകൂടെ യുവതിയുമൊത്ത് മരണത്തിലെങ്കിലും ഒരുമിച്ച് എന്നുള്ള വാക്ക് പറയുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ പോകെ പോലീസ് അന്വേഷണം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തുകയായിരുന്നു. പ്രണയത്തിലായിരുന്നവർ പരസ്പരം ബന്ധുക്കൾ എന്നതിനേക്കാൾ ഉപരി യുവാവിന്റെ ഭാര്യയുടെ സഹോദരി എന്നതായിരുന്നു ഇതിൽ ഏറ്റവും വലിയ ഞെട്ടലുളാക്കിയ കാര്യം. തന്റെ സഹോദരി എന്റെ ജോലി സ്ഥലത്ത് തൂങ്ങി മരിച്ചു എന്ന് ഭർത്താവ് ഭാര്യയോട് വിളിച്ചു പറയുന്നു. ഇതേ സമയത്ത് യുവാവ് അവിടെ നിൽക്കുന്നു. അവിടേക്ക് ഭാര്യ ഓടിയെത്തുന്നു. സംഭവം കേട്ടയിടാൻ ഓടിയെത്തിയ ഭാര്യ തന്നെയാണ് സഹോദരിയുടെ കഴുത്തിലെ കയററ്റിച്ച് ആശുപത്രിയിലേക്ക് രക്ഷപ്പെടുത്താനായി കൊണ്ടുപോകുന്നത്. അതിന് സഹായമായി നിന്നത് ഈ യുവതിയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ കാമുകൻ എന്നുള്ളതായിരുന്നു. അതെ, കോഴിക്കോട് സ്വദേശിയായ വൈശാഖിന്റെ ക്രൂര കൃത്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭർത്താവിന് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നു എന്നത് ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ വലിയ വിള്ളലുണ്ടാക്കിയതായിട്ടാണ് ഇപ്പോൾ ഭാര്യ തന്നെ വ്യക്തമാക്കുന്നത്. എങ്കിലും ആ മൂന്നാമത്തെ വ്യക്തി അഥവാ തന്റെ ദാമ്പത്യ ജീവിതത്തിന് ഏറ്റവും വലിയ പ്രശ്നക്കാരിയായി മാറിയത് സ്വന്തം സഹോദരിയായിരുന്നു എന്നുള്ള ഞെട്ടലിലാണ് ഇപ്പോൾ യുവതി. കോഴിക്കോട് എലത്തൂരിലാണ് കഴിഞ്ഞ ദിവസം ഒരു അരുംകൊല നടക്കുന്നത്. 2026 ജനുവരി 27 ഈ അരുംകൊല നടന്നതായിട്ട് ജനങ്ങൾ അറിയുന്നു. ആത്മഹത്യ ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷം പെൺസുഹൃത്തിനെ യുവാവ് കൊലപ്പെടുത്തി എന്നതായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്ത. ആത്മഹത്യ ചെയ്യാൻ ഇരുവരും കഴുത്തിൽ കുരുക്കിട്ട ശേഷം യുവതിയുടെ സ്റ്റൂൾ തട്ടിമാറ്റി യുവതിയെ കൊലപ്പെടുത്തിയെന്ന് പോലീസ് പറയുകയായിരുന്നു. സുഹൃത്ത് വൈശാഖനാണ് ഈ സംഭവത്തിൽ യുവതിയെ കൊലപ്പെടുത്തിയതെന്ന് പിന്നീട് വാർത്തകൾ വന്നു. വൈശാഖിന്റെ ഇൻഡസ്ട്രിയിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്നതായിരുന്നു ആദ്യം കരുതിയത്. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണം, പോലീസിന്റെ സംശയങ്ങൾ അതെത്തിയത് വലിയ ക്രൂര കൃത്യത്തിലേക്കായിരുന്നു. സംഭവ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ, അതായത് ശബ്ദമടക്കം റെക്കോർഡ് ചെയ്തിട്ടുള്ള ഈ കൊലപാതകത്തിന്റെ പ്രധാന തെളിവ്. ആ ദൃശ്യങ്ങൾ നശിപ്പിക്കാനായിരുന്നു പ്രതിയായ വൈശാഖൻ ആദ്യം ശ്രമിച്ചതെന്നാണ് പോലീസിന്റെ ആദ്യ കണ്ടെത്തൽ. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടെ പുറത്തു വന്നതോടെ വൈശാഖന് കുരുക്കു മുറുകി എന്നുള്ളത് യാഥാർത്ഥ്യം. ആത്മഹത്യ ചെയ്തു എന്ന് അത് വരെ വിശ്വസിച്ചിരുന്ന പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകത്തിന്റെ ചുരുളഴിയിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളാണ് വ്യക്തമാക്കിയിരുന്നത്. ഇതോടുകൂടെ പോലീസ് അന്വേഷണം ശക്തമാക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി വൈശാഖൻ യുവതിയെ കൊലപ്പെടുത്തിയ മോരിക്കരയിലെ വർക്ക്ഷോപ്പിൽ ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെ അവിടെ എത്തുന്നു, പരിശോധനകൾ നടത്തുന്നു. യുവതി മരിച്ച ശേഷവും യുവതിയെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പിന്നീട് കണ്ടെത്തിയത്. യുവതി മരിച്ച ശേഷം യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കണ്ടെത്തലിൽ ഈ വർക്ക്ഷോപ്പിലെ മണ്ണും മറ്റ് സ്രവ പരിശോധനകൾക്കായിട്ട് അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞതായിട്ടാണ് ഏറ്റവും അടുത്ത റിപ്പോർട്ട്. സ്ഥലത്ത് നിന്ന് ഒരു ടവലടക്കമാണ് കണ്ടെത്തിയിരിക്കുന്നത്. തൂങ്ങി മരിക്കാൻ വിളിച്ചു വരുത്തിയ യുവതിക്ക് മയക്കത്തിന്റെ മരുന്ന് ഉൾപ്പെടെ പാനീയത്തിൽ കലർത്തി നൽകിയെന്നും പ്രതി അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിർണായകമായിട്ടുള്ളത് CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെയാണ് അവിടെ നടന്നത് അതിക്രൂര കൊലപാതകമാണ് എന്ന് പോലീസിന് വ്യക്തമാകുന്നത്. വർക്ക്ഷോപ്പിലെത്തിയ ശേഷം യുവതിയും വൈശാഖനും തമ്മിൽ വലിയ രീതിയിൽ വീണ്ടും സംഭാഷണങ്ങളും അടിപിടിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നത് CCTVയിൽ നിന്ന് വ്യക്തമാണ്. മരണത്തിന് മുൻപും യുവതിയും യുവാവും തമ്മിലുള്ള തർക്കമടക്കം ഈ തെളിവായിട്ട് അവിടെ അവശേഷിക്കുന്നു. യുവതിയെ വൈശാഖൻ മർദ്ദിക്കുന്നതടക്കമാണ് ഇത്തരം CCTV ദൃശ്യങ്ങളിലുള്ളതെന്നാണ് സൂചന. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം ഭാര്യയെ വിളിച്ചു വരുത്തിയത് വൈശാഖൻ തന്നെയാണ്. വൈശാഖൻ കാറിൽ ഈ പെൺകുട്ടിയെ പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുകയായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 2:10 വൈശാഖനും ഭാര്യയും ചേർന്ന് യുവതിയുടെ ശരീരവുമായിട്ട് കാറിൽ ആശുപത്രിയിലേക്ക് പോകുന്നതെന്നാണ് CCTV ദൃശ്യങ്ങൾ. പോലീസിനെ വിളിച്ചു വരുത്താതെ ഇവർ തന്നെ യുവതിയെ കാറിൽ കൊണ്ടുപോയത് സംബന്ധിച്ച് അന്വേഷണ സംഘം പ്രത്യേകമായി അന്വേഷിക്കാനൊരുങ്ങുന്നു എന്നുള്ളതാണ് സൂചന. വലിയ തിരക്ക് കൂട്ടാതെയാണ് യുവതിയുടെ ശരീരം ഇവർ കാറിലേക്ക് കയറ്റുന്നത് എന്നും സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന്
വ്യക്തമായതോടെ ഇതിന്റെ ചില സംശയങ്ങൾ പോലീസിനുണ്ട്. രാവിലെ വർക്ക്ഷോപ്പിൽ വൈശാഖനും യുവതിയും എത്ര മണിക്കാണ് എത്തിയതെന്ന വിവരങ്ങളടക്കം അന്വേഷണ പരിധിയിലേക്ക് പോലീസ് കൊണ്ടെത്തിക്കുന്നുണ്ട്. പ്രതിയുടെ കൃത്യങ്ങളിൽ പലതും CCTV ദൃശ്യങ്ങളിൽ ഉള്ളതിനാൽ കോടതി നടപടികൾ ഇത് നിർണായകമാകുമെന്നത് വ്യക്തം. കൊലക്കുറ്റം മാത്രമല്ല, പ്രതിയുടെ പേരിൽ ഇപ്പോൾ പോക്സോ കേസും രജിസ്റ്റർ ചെയ്തതായിട്ടാണ് വിവരം. കൊല്ലപ്പെട്ട 26-കാരിയുടെ ഡയറി കുറിപ്പാണ് ആ പോക്സോ കേസിലേക്ക് വിരൽ ചൂണ്ടിയതെന്നുള്ളതാണ്. വർക്ക്ഷോപ്പിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള യുവതിയുടെ ബാഗിലായിരുന്നു ഇത്തരമൊരു ഡയറി ഉണ്ടായിരുന്നത്. ഈ ഡയറിയിൽ വൈശാഖൻ എന്ന് പറയുന്ന തൻ്റെ ചേച്ചിയുടെ ഈ പറയുന്ന ഭർത്താവ് +1 കാലം മുതൽ തന്നെ തന്നോട് ബന്ധം പുലർത്തിയിരുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെയാണ് കേസിൽ പോക്സോ വകുപ്പ് ചുമത്താൻ പോലീസ് തീരുമാനിക്കുന്നത്. വൈശാഖൻ ലൈംഗിക വൈകൃതങ്ങൾ ഉള്ളയാളാണ് എന്നും ഈ ഡയറിയിൽ ചില പരാമർശങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട്. ഒരു മാസം മുൻപ് വൈശാഖനുമായിട്ടുണ്ടായുള്ള ചില പിണക്കങ്ങളുടെ വിശദാംശങ്ങളും ഈ ഡയറിയിൽ പെൺകുട്ടി കുറിച്ചിരിക്കുന്നു. കേസിൽ ഇത് നിർണായകമാകുന്നതിനാൽ ഡയറിയിലെ എഴുത്ത് യുവതിയുടേത് തന്നെയാണോ എന്നത് ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ വിലയിരുത്താനും അന്വേഷണ സംഘങ്ങൾ നടപടി തുടങ്ങിക്കഴിഞ്ഞു. കോഴിക്കോട് കക്കോടി മോരിക്കര മാളിക്കടവിലെ വർക്ക്ഷോപ്പിനുള്ളിലാണ് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 26-കാരിയായ യുവതിയുടെ മരണം കൊലപാതകമെന്ന് പിന്നീട് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. വർഷങ്ങളായി വൈശാഖനും യുവതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നും ചെറിയ പ്രായം മുതൽ തന്നെ വൈശാഖൻ ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നും ചോദ്യം ചെയ്യലിലൂടെ പോലീസിന് വ്യക്തമായിട്ടുണ്ട് എന്നാണ് വിവരം. അടുത്തിടെ വൈശാഖന്റെ മറ്റൊരു ബന്ധത്തെക്കുറിച്ചും ഇരുവരും തമ്മിൽ സംസാരിച്ച് പിണങ്ങിയിരുന്നു. യുവതി വിവാഹം ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും ഇയാൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്നാണ് പറയുന്നത്. തന്നോടുള്ള ബന്ധം യുവതി ഭാര്യയോടും മറ്റും പറയുമെന്ന സംശയത്തിൽ പ്രതി യുവതിയെ തന്ത്രപൂർവ്വം കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്നും അന്വേഷണത്തിലൂടെ പോലീസ് കണ്ടെത്തുന്നു. എലത്തൂർ CI KR രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം ഇത്തരമൊരു അന്വേഷണം നടത്തിയത്. അതേസമയം സംഭവത്തിൽ കൊലയാളി വൈശാഖൻ എന്ന് കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് നാട്ടുകാർ. കാരണം അയാളെ പോലൊരു സൽസ്വഭാവി ഈ നാട്ടിൽ വേറെയില്ല എന്നുള്ള വിലയിരുത്തലായിരുന്നു ഇത്രയും കാലം നാട്ടുകാരുടെ ചിന്താഗതി. അത്തരമൊരാളാണ് ഇങ്ങനെയൊരു കൊലപാതകം നടത്തിയത് എന്നത് ഞെട്ടിപ്പിക്കുകയാണ് നാട്ടുകാരെയും. പൊതുപ്രവർത്തകനും റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന വൈശാഖൻ ഏറ്റവും വലിയ നല്ല മാന്യനെ പോലെ പ്രവർത്തിച്ച ഒരാളായിരുന്നുവെന്ന് നാട്ടുകാർ പ്രതികരിക്കുന്നു. സമൂഹത്തിൽ മാന്യമായി പെരുമാറിയിരുന്ന വൈശാഖന് ഇങ്ങനെയൊരു മുഖവും ഉണ്ടായിരുന്നു എന്നുള്ള ഞെട്ടലിൽ വിശ്വസിക്കാനാവാതെ ഇരിക്കുന്നു നാട്ടുകാർ. എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റം, അയൽവാസികളോടും പരിചയപ്പെടുന്ന ആളുകളോടും മാന്യമായിട്ടുള്ള ഇടപെടൽ. വൈശാഖനെ കുറിച്ച് ചോദിച്ചാൽ നാട്ടുകാർക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിലുള്ള ജീവിത നിലവാരത്തിലുള്ള വൈശാഖൻ ഏതാവശ്യത്തിലും വിളിക്കുന്നതിനപ്പുറത്ത് വിളിപ്പുറത്തുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യം. പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി കൂടിയായി പ്രവർത്തിക്കുന്ന വൈശാഖൻ ഓരോ ജനങ്ങളോടും വളരെയധികം അടുപ്പത്തോടെ തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എന്തായാലും ഈ ക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലേക്ക് നാട്ടുകാരെ എത്തിക്കുന്നത് ഈ വൈശാഖന്റെ സൽസ്വഭാവം തന്നെയാണ് എന്നുള്ളതാണ്. വൈശാഖൻ പിടിയിലായതോടെ കുടുംബം ബന്ധുവീട്ടിലേക്ക് നിലവിൽ മാറിയിട്ടുണ്ടെന്നാണ് വിവരം. വളർത്തും നായ മാത്രമാണ് ഇപ്പോൾ അയാളുടെ വീട്ടിലുള്ളത്. ഭാര്യയും മക്കളും അമ്മയും അടങ്ങുന്ന വൈശാഖന്റെ കുടുംബം വളരെ സ്നേഹത്തോടെയായിരുന്നു കഴിഞ്ഞതെന്നും നാട്ടുകാർ പ്രതികരിക്കുന്നു. വൈശാഖന് ഇങ്ങനെയൊരു ക്രൂരമുഖമുണ്ട് എന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുന്നു നാട്ടുകാർ. എന്തായാലും ഇതിനിടയിലാണ് വൈശാഖൻ ഇത്തരത്തിൽ സ്വന്തം ഭാര്യയുടെ സഹോദരിയെ പ്രണയിച്ച് പോക്സോ കേസിന് അടിസ്ഥാനമാകുന്ന തരത്തിലുള്ള പീഡനങ്ങൾ കാഴ്ചവെച്ചു, അതുപോലെ തന്നെ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പോലീസ് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്.